നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചിക്കൻ റോസ്റ്റ് ആണ് വെക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ഇട്ട് അല്പം തൈര് ഒഴിച്ച് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര് ഇത്രയും ഒഴിച്ച് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 5 വലിയ സവോള നന്നായി കഴുകി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ 1 സ്പൂൺ ഇഞ്ചിയും 1 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ എടുക്കണം. ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അല്പം മസാല, അതായത് പെരിഞ്ജീരകം, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പ്, ഒരു ചെറിയ പട്ട പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് വെക്കാനായി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോഴെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ ഇളക്കി വെച്ചിരുന്ന ഒരു അരമണിക്കൂർ നമ്മൾ സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം, അതായത് 1/2 ഗ്ലാസ് വെള്ളം, ഒന്ന് വേകാൻ ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരുന്നിടം വരെ, അതായത് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നാൽ മതിയാവും. അതുവരെ നമ്മളിത് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് എടുക്കുമ്പോഴാണ് ഇത് എളുപ്പത്തിലൊന്ന് വഴണ്ട് കിട്ടുക. സവോള ഒന്ന് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, നമ്മൾ 1 വിസിൽ വരെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചിക്കനിൽ തന്നെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ അവസരത്തിൽ നമ്മൾ ഈ സവോളയോടൊപ്പം അത് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചത്. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട്. ആദ്യം നമ്മളിത് സവോളയിലേക്കിട്ട് ഒന്ന് വെള്ളം പറ്റിച്ച് നമുക്ക് എടുക്കണം. ഇത് ആ വെള്ളത്തോട് തന്നെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴതിലെ വെള്ളം നമുക്ക് ഒന്ന് പറ്റി കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. നമ്മളൊന്ന് പൊടിച്ചു വെച്ചിരുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ച് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെള്ളം മുഴുവൻ പറ്റി നല്ല റോസ്റ്റായി കിട്ടണം. വെള്ളം നന്നായി പറ്റി വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
നിറം ഒന്ന് നന്നായി മാറി വരണം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇതുപോലെ വെച്ച് നോക്കുക. വളരെ എളുപ്പമാണ്. കുക്കറിൽ ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി അല്പം ഗരം മസാല വഴറ്റി അതിലോട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക.